കരുതി എലിഫന്റ് റോക്ക് ഒന്ന് പോയി കാണാം. പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട്. അത് ഈ പാറയെ ജബൽ അൽഫീൽ അഥവാ എലിഫന്റ് റോക്ക് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനൊരു സംഭവം കാണാൻ പറ്റും. തുമ്പിക്കൈ നിലത്തുറപ്പിച്ച് നിൽക്കുന്ന ഒരു കൂറ്റൻ ആനയെ പോലെ തോന്നിപ്പിക്കും ഈ പാറ. മരുഭൂമിയിൽ ഞങ്ങൾ പെട്ടിരിക്കുകയാണ് ഗൈസ്. വണ്ടി എവിടെയാണെന്ന് തപ്പി ഞങ്ങൾ മരുഭൂമി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറകിൽ എലിഫന്റ് റോക്കും. ഹായ് ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രാജി. ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലെ കാഴ്ചകളും അവിടുത്തെ കൾച്ചറും ഹിസ്റ്ററിയും എങ്ങനെ രാജ്യത്തേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കരുതി എലിഫന്റ് റോക്ക് ഒന്ന് പോയി കാണാം. എന്തായാലും രാത്രിയിൽ അതെങ്ങനെ ഇരിക്കുമെന്നൊന്ന് കാണാമല്ലോ. നമ്മുടെ റൂം ഇവിടെ അടുത്ത് തന്നെ. നമ്മുടെ നാട്ടിലെ പോലത്തെ കുഴിയാണ് ഈ കാണുന്നതാണ് എലിഫന്റ് റോക്ക്. അത് നമ്മളെന്തായാലും പകലിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഈ കാണുന്നതാണ് എലിഫന്റ് റോക്ക്. എന്താ ഇവിടെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ കരുതിയത് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോകാനിരുന്നല്ലേ. അപ്പം ആനപ്രേമികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞങ്ങൾ ഇന്നത്തെ വീഡിയോ. ശരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാർ വരുന്നുണ്ടെന്ന് ഇത് പണ്ടോട്ട് ഞാൻ കേൾക്കുന്നത്. ഈ സൗദി വന്നപ്പോൾ തൊട്ട് എലിഫന്റ് റോക്കിനെ പറ്റി ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. പകല് വന്നാലേ നമുക്കിതിൻ്റെ പൂർണ്ണ രൂപം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് കാണാൻ പോകുന്നത് എലിഫന്റ് റോക്കിന്റെ കാഴ്ചകളാണ്. സൗദി അറേബ്യയിലെ ചരിത്ര നഗരമായ അല്ലുലയിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ച വിസ്മയങ്ങൾ അനവധിയാണ്. അതിലേറ്റവും ആകർഷകമായ ഒന്നിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഈ പാറയെ ജബൽ അൽഫീൽ അഥവാ എലിഫന്റ് റോക്ക് എന്നാണ് വിളിക്കുന്നത്. അല്ലുല എന്ന സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സ്ഥലമാണ് എലിഫന്റ് റോക്ക്. അല്ലുലയിലേക്ക് ഇത്രമാത്രം ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് എലിഫന്റ് റോക്ക്. അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു സംഭവം കാണാൻ പറ്റും. ഒരു പാറയിൽ എലിഫന്റ് റോക്ക് എന്ന് എഴുതിയേക്കാണ്. അതുപോലെ അതിൻ്റെ ചുറ്റും തീയൊക്കെ കൊടുത്തിട്ട് ഒരു അടിപൊളിയായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ടല്ലേ. രാത്രിയിൽ ആ ലൈറ്റൊക്കെ അതിന് കൊടുത്തിട്ട് നല്ല രസമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളാണ്. ഈ മരുഭൂമിക്കുള്ളിൽ അവർ ഇരിക്കാനൊരു സീറ്റ് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. കണ്ടോ എത്ര മനോഹരമായിട്ടാണല്ലേ അവരിതൊക്കെ ചെയ്തിരിക്കുന്നത്. മണൽ കുന്നുകൾക്ക് നടുവിൽ തുമ്പിക്കൈ നിലത്തുറപ്പിച്ച് നിൽക്കുന്ന ഒരു കൂറ്റൻ ആനയെ പോലെ തോന്നിപ്പിക്കും ഈ പാറ. അതുകൊണ്ടാണ് ഈ പാറയ്ക്ക് എലിഫന്റ് റോക്ക് എന്ന പേര് കിട്ടിയത്. ഇവിടേക്കുള്ള എൻട്രി ഫ്രീ ആണ്. അതേപോലെ തന്നെ ഇവിടെ ധാരാളം റെസ്റ്റോറൻറ്റുകളും കഫേകളും ഒക്കെ ഉണ്ട്. രാത്രിയിൽ ആ പാറയ്ക്ക് ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ കൊടുത്ത് നല്ല രസമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പാറയുടെ ബാക്കിലൊക്കെ കണ്ടോ ധാരാളം പാറകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഈ പാറയുടെ രൂപഘടന മനുഷ്യനിർമ്മിതമല്ല. ഏകദേശം 500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ചുവന്ന മണൽക്കല്ലുകളിൽ കാറ്റും മഴയും നിരന്തരമായി തട്ടിയുണ്ടായ മണ്ണൊലിപ്പ് മൂലമാണ് ഈ മനോഹരമായ ആനയുടെ രൂപം ഉണ്ടായത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഹാറത്ത് വ്യൂ പോയിന്റ്. ശരിക്കും അല്ലുലയിലെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ പോയിന്റാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ഈ എലിഫന്റ് റോക്കിൻ്റെ കാഴ്ചകൾ കാണുന്നത്. രാത്രിയിൽ എലിഫന്റ് റോക്കിൻ്റെ കാഴ്ചകൾ എങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടുത്തെ ഈ ലൈറ്റും ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ പകലത്തെ വ്യൂവും അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ രാത്രിയിലാണ് കൂടുതൽ ഭംഗിയും തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ ആ പാറയ്ക്ക് കൂടുതൽ ആ ലൈറ്റൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. ഈ ഫുൾ സീറ്റുകളുടെയൊക്കെ ഭംഗി അറിയണമെങ്കിൽ രാത്രിയിൽ വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. ഇങ്ങനെ ഒത്തിരി ധാരാളം സീറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടെ പാറയുടെ കാഴ്ചകൾ മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുന്നത്, ധാരാളം പ്രോഗ്രാമൊക്കെ ഉണ്ട്. DJ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രോഗ്രാമുകളൊക്കെ ഇവർ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നോക്കിക്കേ ഒരു ആന നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ? തലമുറകളായി അല്ലുലയിൽ താമസിച്ചിരുന്ന ആളുകൾ ഈ പാറയുടെ രൂപം ഒരു ആനയോട് സാമ്യമുള്ളതായി കണ്ടതിനെ തുടർന്നാണ് ഇതിനെ ജബൽ അൽഫീൽ എന്ന് വിളിച്ചിരുന്നത്. അറബിയിൽ ജബൽ എന്നാൽ മല അല്ലെങ്കിൽ പാറ എന്നാണ്. അതേപോലെ തന്നെ ഫീൽ എന്നാൽ ആന എന്നാണ് അർത്ഥം. സൗദി അറേബ്യ അല്ലുലയെ ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് എലിഫന്റ് റോക്ക് എന്ന പേര് പ്രശസ്തമായത്.
ഇവിടെ അവർ പല രീതിയിലുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു റൗണ്ട് ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഫാമിലിയായിട്ടൊക്കെ ഇരിക്കാനും അതേപോലെ തന്നെ എലിഫന്റ് റോക്കിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. മരുഭൂമിക്കുള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നാൽ നമുക്ക് ശരിക്കും തോന്നുന്ന മരുഭൂമിയിലെ ഒരു നൈറ്റ് ലൈഫാണ്. അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഫുൾ അവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ എലിഫന്റ് റോക്കിന് ചുറ്റുമാണ് ഈ ഒരു കാര്യങ്ങൾ മൊത്തം അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എലിഫന്റ് റോക്കും ചുറ്റുമുള്ള പാറകളും ആ ലൈറ്റുകളും പിന്നെ കഫേയും റെസ്റ്റോറൻറ്റും എല്ലാമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു മരുഭൂമിക്കുള്ളിലെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. എത്ര മനോഹരമായിട്ടാണ് അവരത് മൊത്തം ചെയ്തിരിക്കുന്നത് അല്ലേ. ഫുള്ള് ലൈറ്റുകളൊക്കെ കൊടുത്ത് ആ ഒരു കഫേയും റെസ്റ്റോറൻറ്റും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് ഒരു പ്ലെയിൻ സ്ഥലത്ത് ഇത്രയും നല്ല മനോഹരമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ആ പോയ ദിവസം അവിടെ നല്ല നിലാവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ആ ഒരു മരുഭൂമിയുടെ ഭീകരതയൊന്നും നമുക്ക് ഫീൽ ചെയ്തിരുന്നില്ല. അവിടെ ഇങ്ങനെ ഓരോ പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ആ മരുഭൂമിയിൽ നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയ തണുപ്പൊക്കെ ഫീൽ ചെയ്തിരുന്നു. അതൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. നമ്മളിങ്ങനെ ഒരു മരുഭൂമിക്കുള്ളിൽ ഇങ്ങനെ ഇരുന്ന് ആ ഒരു എലിഫന്റ് റോക്കിൻ്റെ കാഴ്ചകളും ആ ചുറ്റുമുള്ള ലൈറ്റുകളും ഒക്കെ ശരിക്കും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ഇവിടെ വേറൊരു സീറ്റിംഗ് ആണ് അവർ കൊടുത്തിരുന്നത്. നമ്മുടെ ടേബിളിനൊക്കെ പകരം കല്ലുകൊണ്ടുള്ള സംഭവമൊക്കെയാണ് അവർ വെച്ചിരുന്നത്. ഒരു പഴയകാല ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ അങ്ങനത്തെ രീതിയിലാണ് അത് ചെയ്തിരുന്നത്. പല പല രീതിയിലുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ് അവിടെ കൊടുത്തിരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് ഇരുന്നുകൊണ്ട് നമുക്ക് എലിഫന്റ് റോക്കിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. എവിടെ ഇരുന്ന് നോക്കിയാലും അതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു വലിയൊരു പാറയാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഭയങ്കര വലിയ പാറയായിരുന്നു. നമ്മൾ ദൂരേന്ന് നോക്കുന്നതല്ല, അടുത്ത് വരുമ്പോഴത്തേക്ക് ആ പാറ ഭയങ്കര വലുതായിട്ടിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കണ്ടോ, പാറ ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. ഒരു വലിയൊരു പാറ കണ്ടോ, നമുക്കത് കാണാൻ പറ്റുന്നുണ്ടോ. അതിങ്ങനെ കാണാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോഴും അത് വലുതാകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനത്തെയൊക്കെ പാറയിലാണ് നമ്മൾ നേരത്തെ ഹെഗ്രയിലെ വീഡിയോസ് കാണിച്ചിരുന്നില്ലേ, അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഇങ്ങനത്തെ പാറയ്ക്കുള്ളിലാണ് ഓരോരോ സംഭവങ്ങളൊക്കെ അന്ന് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ നമുക്ക് സ്ക്രീനിൽ എന്തോ ഒന്ന് കണ്ട്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അതെന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കണ്ടോ, ആ ഒരു മരുഭൂമിയിലെ മണ്ണ് ശരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ നടക്കുന്ന സ്ഥലത്തൊക്കെ ഒരു തടിയുടെ പലക പോലത്തെ എന്തോ ഒരു സംഭവം ഇട്ടേക്കാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് വെച്ചാൽ എലിഫന്റ് റോക്കിൻ്റെ പകലത്തെ കാഴ്ചയാണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. എങ്ങനെയാണ് ഇത് പകൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ കാണാനായിട്ട്. അപ്പം അതാണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പം നമുക്ക് നേരെ അതിൻ്റെ കാഴ്ചകൾ കാണാം. ഇവിടെ ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു പഴയ കാലഘട്ടത്തിലെ രീതിയിലാണ്. കണ്ടോ, ലൈറ്റൊക്കെ കൊടുത്തേക്കുന്നുണ്ട്. ആ ഒരു കൊട്ട പോലെ, നമ്മുടെ പണ്ടത്തെ മുളയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു കൊട്ടയിൽ അതേപോലെ ഉണ്ടായിരുന്നു കാണാൻ. നമ്മളിങ്ങനെ അവിടുത്തെ ഓരോ കാഴ്ചകൾ നടന്ന് ഇങ്ങനെ കാണുകയാണ്. ശരിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചകളായിരുന്നു. ഇതുവഴി കണ്ടോ, ഇതുവഴി നടന്നു പോകുമ്പോൾ നമ്മൾ ഒരു തടിപ്പുറത്ത് നടന്നു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. കണ്ടോ, ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഈ ലൈറ്റൊക്കെ കണ്ടോ, മരുഭൂമിയിലാണ് അത് ഫുള്ള് വെച്ചേക്കുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുന്നോട്ട് നടക്കുകയാണ്. ഇപ്പം നമുക്ക് ആ എലിഫന്റ് റോക്കിന്റെ ഫുൾ വ്യൂ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സൺസെറ്റ് സമയത്ത് സൂര്യപ്രകാശം ഈ പാറയിൽ തട്ടി ഇതിന് ചുമപ്പ് നിറം അല്ലെങ്കിൽ സ്വർണ്ണ നിറമാവും എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ട വീഡിയോയിലും അതിനൊരു ചുമപ്പ് കളറായിരുന്നു. ശരിക്കും അതുവഴി നടക്കാനും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും ഒരു പ്രത്യേക രസമായിരുന്നു. ശരിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും അല്ലുലേ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ എലിഫന്റ് റോക്ക് പോയി കാണണം. അത്രയ്ക്കും മനോഹരമായിട്ടുണ്ട്. രാത്രിയിലും നല്ല രസമായിരുന്നു, പകലും നല്ല രസമാണ്. അതേപോലെ ഇവിടെയൊക്കെ കണ്ടോ, ധാരാളം ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭയങ്കര രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു സ്ഥലം ശരിക്കും ഞങ്ങൾക്കൊരു ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നി. അതായത് മരുഭൂമിയിനകത്ത് അവരൊരു എന്താ പറയുക, ഒരു സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. മണ്ണ് കുഴിച്ചുണ്ടാക്കിയ ഒരു സീറ്റിംഗ് ഏരിയയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനൊരു സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങി ഇരിക്കുമ്പോൾ നമ്മളുടെ തലയുടെ ഭാഗം വരെ മണ്ണുണ്ട്. നമ്മൾ അത്രയും താഴേക്കാണ് ഇരിക്കുന്നത്. ശരിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുള്ള് ലൈറ്റൊക്കെ കണ്ടോ, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു.
നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ലൈറ്റൊക്കെ കണ്ടോ, മരുഭൂമിയിലെ മണ്ണിനകത്താണ് അതെല്ലാം വെച്ചിരിക്കുന്നത്. കണ്ടോ, ഫുള്ള് ലൈറ്റുകളാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എലിഫന്റ് റോക്കിൻ്റെ കാഴ്ചകളും കാണാൻ പറ്റും. ഇപ്പം ശരിക്കും ആനയെ പോലെ തോന്നില്ലേ? കണ്ടോ, ആനയുടെ അതേ ഷേപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ കുറേ നേരമൊക്കെ ഇരുന്നതിന് ശേഷം നമ്മൾ നേരെ എലിഫന്റ് റോക്കിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ അടുത്ത് എങ്ങനെയുണ്ടെന്നൊന്നും അറിയണ്ടേ, അപ്പം നേരെ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇത് വൈകുന്നേരം 4 മണി മുതലാണ് ഓപ്പൺ ആവുന്നത്. അല്ലുല സിറ്റി സെൻറ്ററിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത്. വിഷൻ 2030യുടെ ഭാഗമായിട്ട് ധാരാളം ഡെവലപ്മെൻറ്റ്സുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിലൂടെ എലിഫന്റ് റോക്ക് എല്ലായിടത്തും അറിയപ്പെട്ടു. ധാരാളം ആളുകൾ ഇപ്പോൾ ഇവിടെ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. അടുത്ത് വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും, കണ്ടോ, ഒരു ആനയെ പോലെ തന്നെ നമുക്ക് തോന്നും. ഇതിൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോഴാണ് ഇത് ഇത്രയും വലിയൊരു പാറയാണെന്ന് നമുക്ക് മനസ്സിലായത്. നമ്മൾ ദൂരെ നിന്ന് കാണുന്ന പോലെ അല്ല, ശരിക്കും അടുത്ത് വന്ന് നിൽക്കുമ്പം ആണ് ആ ഒരു പാറയുടെ വലുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു പാറയ്ക്ക് ഏകദേശം 52 മീറ്റർ ഉയരമുണ്ട്. മനുഷ്യനിർമ്മിതമായ കൊത്തുപണികളല്ല ഇത്, മറിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് കാറ്റും മഴയും ചേർന്ന് മണൽക്കല്ലുകളിൽ തീർത്ത ഒരു അത്ഭുതമാണ് അല്ലുലയിലെ ഈ എലിഫന്റ് റോക്ക്. അല്ലുലയിൽ വരുന്ന ഏതൊരാളും കാണേണ്ട സ്ഥലം തന്നെയാണിത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. എല്ലാവർക്കും എലിഫന്റ് റോക്കിന്റെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. രാത്രി കാഴ്ചകളാണ് ഞങ്ങൾ കാണിച്ചത്. എലിഫന്റ് റോക്കാണ്. എന്തോ അല്ലേ, നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്താണ് നിങ്ങൾ തന്നെ നമ്മുടെ ആനയുടെ തുമ്പിക്കൈയുടെ അടുത്താണ് നിൽക്കുന്നത്. ഇത്രയും വലിയൊരു റോക്കാണ് എലിഫന്റ് റോക്ക്. സൗദി അറേബ്യയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്ന അല്ലുല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ എലിഫന്റ് റോക്ക് ഉള്ളത്. ഫ്രീ ആണ്. നമ്മുടെ അടുത്ത് റൂമൊക്കെ എടുത്തിട്ട് ഇത് വന്ന് കാണും. അത്ര അടിപൊളി സ്ഥലമാണ്. ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വണ്ടി തപ്പി പോവുകയാണ്. കൂരിരുട്ട്. അതെ, മരുഭൂമിയിൽ ഞങ്ങൾ പെട്ടിരിക്കുകയാണ് ഗൈസ്. കൂരിരുട്ട്. സമയം നിങ്ങൾ നോക്കിക്കേ, സമയം 11 മണിയാവാൻ 1 മിനിറ്റ് ബാക്കി. നമ്മളൊരു മരുഭൂമിയിൽ. നമ്മുടെ വണ്ടി എവിടെയാണെന്ന് തപ്പി പിടിക്കണം ഗായ്സ്. നിങ്ങൾ കണ്ടോ, നമ്മുടെ ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരം ദൂരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ മരുഭൂമി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറകിൽ എലിഫന്റ് റോക്കും ആ കാണുന്ന കൂരിട്ട് കണ്ടോ, ഇത് മുഴുവൻ ടോമ്പുകളാണ് ഗൈസ്. അങ്ങനെ അതും കണ്ട് നമ്മുടെ വണ്ടി കണ്ട് അതിൻ്റെ അകത്ത് പെട്ടിരിക്കുകയാണ്. റൂമിലോട്ട് പോകുന്നതിനായപ്പോൾ എലിഫന്റ് റോക്ക് എന്ന് കണ്ടു. അപ്പോൾ നല്ല രസം, ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ചുമ്മാ ഒന്ന് കണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ വന്നത് ഭയങ്കര വർത്തായിപ്പോയി. ഈ അല്ലുല ശരിക്കും സൗദി അറേബ്യയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ആ രീതിയിലൊക്കെയാണ് ഫുൾ സെറ്റപ്പ് ചെയ്തേക്കുന്നത് അല്ലേ? ശരിക്കും ഇത് നോക്കി. സ്പെഷ്യൽ താങ്ക്സ് ടു നമ്മുടെ മൂൺ ചേട്ടന്. ആ മൂൺ ചേട്ടൻ അവിടെ ഇരുന്നോട് മാത്രം നമ്മൾ വെട്ടത്തോടെ നടക്കുന്നു. സാധാരണ പകലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടു. രാത്രിയിൽ സമയം നിങ്ങൾ സമയം മനസ്സിലാക്കണം. 11 മണി. എന്നിട്ട് 11 മണി എലിഫന്റ് റോക്ക്. എന്തായാലും ഭയങ്കര കേട്ടോ, അടിപൊളിയായിട്ടുള്ള ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വണ്ടി കിടക്കുന്നിടത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അല്ലുലയിൽ മനുഷ്യർ നിർമ്മിച്ച ചരിത്ര സ്മാരകങ്ങൾക്കിടയിലാണ് ഈ ഒരു പ്രകൃതി തന്നെ തീർത്ത ഒരു വലിയ ശില്പമായ എലിഫന്റ് റോക്ക് നിൽക്കുന്നത്. അതേപോലെ തന്നെ അല്ലുലയുടെ മറ്റു വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹെഗ്ലയുടെ ഫുൾ കാഴ്ചകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.